അമിത്ഷാ നിങ്ങൾ കോരിയ വെള്ളമങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ മോദി പാട്ടുകൾ പാടിയും തുന്നിയും അമിത്ഷാ തയ്ച്ചു വെച്ച ആ പ്രധാനമന്ത്രി കുപ്പായം ഇനി പൊടി പിടിച്ചിരിക്കത്തേയുള്ളൂ. കാരണം ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിൽ പൊതു റാലിയിൽ വെച്ച മോദി ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് തനിക്ക് പിൻഗാമികളില്ല എന്ന. രാജഭരണകാലത്ത് മക്കൾക്ക് അധികാരം കൈമാറിയിരുന്നുവെങ്കിൽ ജനാധിപത്യ കാലത്ത് മോദിക്ക് മക്കളില്ലാത്തത് കൊണ്ട് ആ കിരീടം കൊതിച്ച് കാത്തു നിന്നൊരാളുണ്ട്, അമിത്ഷാ. പക്ഷേ സ്വപ്നങ്ങൾ വിഫലമായിരിക്കുകയാണ്. തനിക്ക് പിന്നാലെ ആരുമില്ല, താൻ മാത്രമാണ് ഏകാധിപതി എന്ന മോദിയുടെ ഉറച്ച വാക്കുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ വാക്കുകൾ ചെന്ന് പതിച്ചത് അമിത്ഷായുടെ നെഞ്ചിലേക്കാണ്. കാരണം മൂന്നാം ഭരണം കിട്ടിയാൽ മോദിയുടെ 75 വയസ്സ് റിട്ടയർമെന്റ് നടന്നാൽ പിന്നെ തനിക്കാണ് രാജ്യമെന്ന മോഹമായിരുന്നു ഇപ്പോൾ ഇതൾ കൊഴിഞ്ഞ താമര പോലെ ആയിരിക്കുന്നത്. BJPയുടെ ചാണക്യനായി വാഴുമ്പോഴും മോദിക്ക് വേണ്ടി കളമൊഴിഞ്ഞു കൊടുക്കുമ്പോഴും അമിത്ഷായുടെ ഇടം കണ്ണുകൾ പ്രധാനമന്ത്രി കസേരയിലേക്കായിരുന്നു. ആ നോട്ടമിന് വേണ്ട, എനിക്ക് വിരമിക്കലില്ല എന്നും ഞാൻ എൻ്റെ കസേര എന്ന് മാത്രമാണ് മോദി തുറന്നടിച്ചിരിക്കുന്നത്. അദ്വാനിയെ പുറത്താക്കി പ്രധാനമന്ത്രിയായ മോദിക്ക് അമിത്ഷായെ നിഷ്പ്രയാസം തടയാൻ കഴിയുമെന്നാണ് ഇതോടെ വെളിവാകുന്നത്. അടുത്തത് വേറെ ആരുമല്ല, യോഗി നിങ്ങൾ തന്നെയാണ്. കാരണം കേജ്രിവാൾ ഉദാഹരണ സഹിതം നിങ്ങളെ BJP തഴയുമെന്ന് പൊതുമധ്യത്തിൽ പറഞ്ഞിട്ട് നാളിതുവരെയായിട്ടും ഒരു മറുപടി പോലും ഒരാളും നിങ്ങൾക്കോ ജനങ്ങൾക്കോ നൽകിയിട്ടില്ല. മോദിയെ പറ്റി പറഞ്ഞതിന് മറുപടിയുമായി നന്ദയും അമിത്ഷായും ശരവേഗത്തിലെത്തിയതും നിങ്ങൾ കണക്കിലെടുക്കണം. അവിടെയും നിങ്ങൾക്കുള്ള മറുപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നും വന്നതുമില്ല. മോദിയുടെ പരസ്യമായ പ്രസ്താവന കൂടിയായപ്പോൾ തീർച്ചപ്പെട്ടിരിക്കുന്നു, മുൻപത്തെ പോലെ എല്ലാ കാര്യങ്ങളും അമിത്ഷായെയും യോഗിയെയും ഇരിക്കുന്ന കസേരയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു വിടാനുള്ള ഒരുക്കങ്ങൾ പാർട്ടിയിലും തകൃതിയായി നടക്കുന്നുണ്ട്. പണിപ്പുര പൂർത്തിയാകുന്നതോടെ കൈയും കഴുകി കൂലിയും വാങ്ങി പഞ്ചപുച്ഛമടക്കി നിങ്ങൾക്ക് തിരികെ മടങ്ങാം.